ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷം ഈ കാണുന്നതാണ്. ഇത് നമ്മളൊരു ട്രെയിലറാണ് വണ്ടി. ഇതാണ് നമ്മുടെ വണ്ടി. ഇന്ന് നമ്മൾ അബഹ ടു ജിദ്ദ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പം ആ വീഡിയോയിലേക്ക് കിടക്കും. വാ. അപ്പം നമ്മുടെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ സ്വന്തം നെസ്റുക്കയാണ്. നെസ്റുക്ക വണ്ടി എടുത്ത് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം വന്നു. രാത്രിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം പകലുള്ള വ്യൂസൊന്നും കാണാൻ പറ്റില്ല. നമ്മളിപ്പം രാത്രിയുള്ള വ്യൂസൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏകദേശം അങ്ങനെ മുകളിലേക്കുള്ള ചെക്ക് പോസ്റ്റ് എടുക്കാറായി. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിനുള്ള വീഡിയോ എടുക്കത്തില്ല. കാരണം ചെക്ക് പോസ്റ്റിനുള്ള കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ്. ഈ വഴി എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയൊരു വഴിയാണ്. അപ്പം ട്രെയിലറൊക്കെ ഇറങ്ങുന്ന സമയം ഞങ്ങൾ പോകുന്നത് ഏകദേശം ഒരു 9 മണി ആ സമയമൊക്കെയാണ്. അപ്പം ട്രെയിലർക്ക് വണ്ടികളെല്ലാം കയറി വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇറങ്ങി പോവുകയാണ്. അപ്പം ജസ്റ്റ് 2 വണ്ടി ജസ്റ്റ് പോകാനുള്ള ഇടയുള്ളൂ. നമ്മൾ നെസ്റുക്ക പറയുന്നുണ്ട് ഞാനിവിടെ റോക്കറ്റ് പോലെ പൊയ്ക്കൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇത് അതിനകത്ത് തുരങ്കങ്ങളാണ്. അപ്പം വളരെ മനോഹരമായിട്ടാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം തുരങ്കമൊക്കെ ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും വലിയ ബ്ലോക്കും കാര്യങ്ങളെന്ന് പറയാനില്ല. എന്നാലും വണ്ടിയെല്ലാം ഓടുന്നുണ്ട്. പക്ഷേ ഈ വഴിക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴി വണ്ടി ഇറങ്ങിപ്പോകുന്ന വണ്ടിയോ കയറി വരുന്ന ഒരു വണ്ടിയോ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബ്ലോക്കായിരിക്കും. അങ്ങ് നാട് വരെയും ബ്ലോക്കായിരിക്കും. കാരണം വെച്ചാൽ ഇത് ഒറ്റയ്ക്ക് കയറി വരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ പോകുന്ന വഴിക്ക് ഉള്ളൊരു ഫയർ സ്റ്റേഷനാണിത്. ആകപ്പാടെ ഓർമ്മയുള്ളൂ. നമ്മുടെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇവർ പണി വെച്ചിരിക്കുന്നത്. പിന്നെ വളരെ മനോഹരമായി ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നെസ്റുക്കയാണ്. നെസ്റുക്കയുടെ ഒരു വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വന്നൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കേരള ഹോട്ടലിൽ കയറി. പൊറോട്ടയും ബീഫ് കറിയും പറഞ്ഞു, ചിക്കൻ പറഞ്ഞു. നെസ്റുക്ക നല്ല നട്ടാണ് നിൽക്കുന്നത്. പിന്നെ നെസ്റുക്കയുടെ കൂട്ടുകാരനാണ്. പിന്നെ ഞങ്ങൾ വണ്ടി കയറി. നെസ്റുക്കയുടെ കൂട്ടുകാരൻ വണ്ടി ഓടിക്കാൻ കയറി. അപ്പം നെസ്റുക്ക നമ്മുടെ പതിയെ സൈഡിലേക്ക് മാറി പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നെസ്റുക്ക ബാക്കിലേക്ക് ഒന്ന് കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ നമ്മുടെ കാണുമ്പോൾ ഡ്രൈവറാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കടകളൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു മരുഭൂമിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ അടിപൊളി യാത്രയായിരുന്നു. അപ്പുറ സൈഡും ഇപ്പുറ സൈഡും ഒരുപോലെ മരുഭൂമി പോലെ ആണ്. വേറൊന്നും കാണാനില്ല. അതുപോലെയാണ്. അങ്ങനെ രാവിലെയായി. ഞങ്ങൾ ഇങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ പിന്നെ നെസ്റുക്ക അടുത്ത വണ്ടി ഓടിക്കാൻ വേണ്ടി കയറി. നെസ്റുക്കയാണ്. പിന്നെ ഈ വഴി എന്ന് പറഞ്ഞാൽ ഫൈൻ കിട്ടാനൊക്കെ ഉള്ള ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം വെച്ചാൽ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പുറത്തും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പോകുന്നു. പിന്നെ ഓവർടേക്കിങ് പറ്റത്തില്ല. ഓവർടേക്കിങ് കിട്ടി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഫൈൻ വരും. ഞങ്ങൾക്ക് വന്ന വഴിക്ക് കിട്ടി. അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ നമ്മുടെ നെസ്റുക്കയുടെ റൂമിലെത്തി. അവിടുന്ന് കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ ജിദ്ദയിലേക്ക്. അങ്ങനെ ഞാൻ നെസ്റുക്കയുടെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.